ഹലോ ഫ്രണ്ട്സ്, സ്വപ്ന രമേശ്. സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലത്തെയും കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ. നമ്മൾ വെളുപ്പിന് തന്നെ എഴുന്നേറ്റ് ജനലൊക്കെ തുറന്ന് നല്ലൊരു ഫ്രഷ് എയർ നമ്മുടെ കിച്ചണിലേക്ക് വരാൻ തുടങ്ങിയിട്ടാ. ഈ സമയത്ത് ഞാൻ അവിടെ വെച്ചിരിക്കുന്ന ചെടികളൊക്കെ ആ എയർ അങ്ങോട്ട് കിട്ടട്ടെ എന്ന് വിചാരിച്ച് അങ്ങോട്ട് വെച്ചു കേട്ടോ. അപ്പോൾ അതാ ആകാശം കാണാൻ നല്ല ഭംഗിയുണ്ട്. അമ്പിളിമാമൻ ഇങ്ങനെ ഒരു കഷ്ണമായിട്ടാണ് കേട്ടോ കാണുന്നത്. പിന്നെ കോഴികളൊക്കെ ആണെങ്കിൽ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഒക്കെ കൂവുന്ന ശബ്ദവും കേൾക്കുന്നുണ്ട്. അങ്ങനെ നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചോറ് വെക്കാനായിട്ട് റൈസ് കുക്കറിൽ ഇതാ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. തൊട്ടിപ്പുറത്തുള്ള പാത്രത്തിലാണെങ്കിൽ നമ്മൾ 2-3 തുളസി ഇല ഇട്ടിട്ട് വെള്ളം വെച്ചിരിക്കുകയാണ് കേട്ടോ. നമുക്ക് കുടിക്കാനുള്ള വെള്ളമാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ തിളച്ചോട്ടെ. ഇനി നമുക്ക് ഒരു കട്ടനൊക്കെ ഇട്ട് കുടിക്കാം. അപ്പോൾ ഇപ്പോൾ നല്ല ചൂടൊക്കെ ആയതുകൊണ്ട് തന്നെ കട്ടൻ ഉണ്ടാക്കുമ്പോൾ വളരെ ലൈറ്റായിട്ടാണ് കേട്ടോ ചായയിൽ ഇടുന്നുള്ളൂ. കടുപ്പത്തിലൊക്കെ ചായ കുടിക്കാനായിട്ട് തോന്നുന്നേ ഇല്ല കേട്ടോ. അപ്പോൾ എനിക്കും രമേശേണ്ണനും വേണ്ടിയിട്ടാണ് ഈ കട്ടൻ ഉണ്ടാക്കിയത്. അപ്പോൾ ആ കട്ടനൊക്കെ കുടിച്ച് എന്താ പറയുക, ഈ മുറ്റത്ത് വന്നും കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കി ആകാശവും ചെടികളും പൂക്കളും ഒക്കെ ഇങ്ങനെ ഇരുട്ടിൽ നിൽക്കുന്നതൊക്കെ കണ്ടിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ ഈ ചായയൊക്കെ കുടിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ തിരക്കിട്ട ജോലികൾ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ കുറച്ച് സമയം നമ്മൾ മൈൻഡ് റിലാക്സ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ ജോലികളൊക്കെ തുടങ്ങുക. അപ്പോൾ ഇതാ കോഴിമക്കൾക്കുള്ള തവിടും പിണ്ണാക്കും എല്ലാം നനച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇരുട്ട് മാറിയതിന് ശേഷം നമുക്കിത് അവർക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കുഴയ്ക്കുന്നത് കാണുമ്പോൾ തന്നെ ഈ നമ്മുടെ മൗഗ്ലിക്കുട്ടനെ അറിയാം ഇപ്പോൾ കോഴിക്കൂടിൻ്റെ അടുത്തേക്ക് പോകുന്നു. അതുകൊണ്ട് തന്നെ അവൻ മുറ്റത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കൂട്ടാ. ഈ പോണിയിലിട്ട് ഇളക്കുന്ന ശബ്ദം കേട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അവനാണ് എന്നെയും കൊണ്ട് പോകുന്നത് വാന്നും പറഞ്ഞു കഴിഞ്ഞിട്ട്. അപ്പോൾ രമേശ് ചേട്ടൻ എഴുന്നേറ്റ പാടെ തന്നെ നിക്കുവിനെ എടുത്തും കഴിഞ്ഞിട്ട് കോഴിക്കൂട്ടിൽ നിന്ന് പുറത്തിറക്കി നിർത്തിയിരുന്നു. അപ്പോൾ നിക്കു ഇവിടെ തത്തിക്കളിച്ചൊക്കെ നിൽക്കുന്നുണ്ട്. കുറച്ച് ചോറും മറ്റുമൊക്കെ അവന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കോഴിമക്കൾക്ക് ഇന്നലത്തെ ഇത്തിരി ചോറ് ഇവിടെ ഇട്ട് വെച്ചിരുന്നു. ഇനി നമുക്ക് ഈ തവിടൊക്കെ ഇട്ട് കൊടുക്കണമല്ലോ. അപ്പോൾ തവിട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നിക്കുവിന് താഴത്ത് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ആ പാത്രത്തിൽ കുറച്ച് ഇട്ട് വെച്ചതാണ് കേട്ടോ. ഈ ഇട്ട് വെക്കാനായിട്ട് നിൽക്കുമ്പോൾ തുടങ്ങി എയിം എടുത്ത് ഇങ്ങനെ നിൽക്കണുണ്ട് കുസൃതിക്കാരനായിട്ട് മൗഗ്ലി. അപ്പോൾ എന്തെങ്ങാണ്ട് ഉദ്ദേശമൊക്കെ ഉണ്ട്. എന്തായാലും കോഴിക്കൂട്ടിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇവിടെയും ഇട്ട് വെക്കാം. അങ്ങനെ ഈ നിക്കുവിനുള്ളത് ഇട്ട് വെക്കുകയല്ല, മൗഗ്ലി ഓടി വന്നു കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു വെറുതെ മണപ്പിക്കുകയായിരിക്കുന്നു. പക്ഷെ മണപ്പിക്കുക മാത്രമല്ല തിന്നു. ഇതെന്ത് പാടെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് നിക്കിങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കി നിന്ന് ഉറക്ക കൂവിയൊക്കെ നോക്കിയിട്ടാ. ആ ശബ്ദം കേൾക്കുമ്പോഴെങ്കിലും ഇവൻ നിർത്തുമെന്ന് വിചാരിച്ച്. ആശാനാണെങ്കിൽ ഒരു മൈൻഡില്ല കേട്ടോ. മൗഗ്ലി ഇങ്ങനെ അത് കഴിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ട് ബാക്കിയുള്ള കോഴികളൊക്കെ ഒരു പ്രത്യേക തരത്തിലുള്ള സൗണ്ടൊക്കെ പുറപ്പെടുവിച്ച് നിൽക്കുകയാണ് കേട്ടോ. അവർക്കും അതിശയായി. ഇനി മൗഗ്ലി വല്ല കോഴിയായി മാറിയോ എന്നൊക്കെയാവും ഇവർ പറയുന്നതെന്നാണ് തോന്നുന്നത്. ചൂടാണെങ്കിലും മല്ലിയും ഗാർഗിയും ഒക്കെ നമുക്ക് മുട്ട തരുന്നുണ്ട് കേട്ടോ എന്നും. അപ്പോൾ അമ്മ പറയാറുണ്ട് ചൂട് കാലത്തൊക്കെ മുട്ടയിടലൊക്കെ കുറവായിരിക്കുന്നു. പിന്നെ നമ്മുടെ ഈ പ്ലാവിൻ്റെ ചക്ക നല്ല വലിപ്പം വെക്കും കേട്ടോ. അതുകൊണ്ട് നല്ല നീളത്തിലൊക്കെ ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. നീട്ടം വെക്കും തോറും നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ നമ്മുടെ പടിക്കൽ റോഡ് വീതി കൂട്ടുന്ന ജോലി നടക്കായിരുന്നു ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട്. അപ്പോൾ ഈ ഒരു തെളിച്ചുള്ള ഭാഗം കണ്ടില്ലേ, ആ ഭാഗത്താണ് കേട്ടോ ഇന്നലെ അവർ കോൺക്രീറ്റ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഇത്തിരിയും കൂടി വീതിയായി. അങ്ങനെ ഇലക്ഷൻ അടുക്കും തോറും നമ്മുടെ നാടും പുരോഗതി പ്രാപിക്കുകയാണ് കേട്ടോ. കാരണം ഇലക്ഷൻ്റെ ആ ഒരു ടൈമിൽ എത്ര പെട്ടെന്നാണ് ഓരോരോ വർക്കുകളായിട്ട് തീർക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ സിമെൻ്റ് ഇട്ട ഈ ഒരു ഭാഗം കണ്ടപ്പോൾ നമ്മുടെ മൗഗ്ലിക്ക് ആകെ സംശയം കേട്ടോ. അപ്പോൾ ഇന്നലെ ഇവിടെ ചവിട്ടരുതായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എത്തുമ്പോൾ അവനെ തിരിച്ചങ്ങോട്ട് തന്നെ ഓടിക്കും. അതുകൊണ്ട് അവൻ കുറച്ച് നേരം ഇവിടെ ചവിട്ടണോ നിൽക്കണോ എന്നൊക്കെ ഇങ്ങനെ സംശയിച്ച് നിന്നു. അതിന് ശേഷം അവനിങ്ങനെ ഒരു കൈ കൊണ്ട് തൊട്ട് നോക്കി ഉറച്ചിട്ടുണ്ടെന്ന് മനസ്സിലായപ്പോൾ വേഗം അവിടെ കയറി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. ഇന്നലെ ആണെങ്കിൽ റോഡ് കോൺക്രീറ്റ് ചെയ്യുന്ന വലിയ പണിയിലായിരുന്നു കേട്ടോ അവിടെ ജോലിക്കാരൊക്കെ. അപ്പോൾ അവിടെ ചെന്ന് നോക്കാൻ ധൈര്യം ഇല്ലാണ്ട് മൗഗ്ലി ഇങ്ങനെ സിറ്റ് ഔട്ടിൽ കിടന്നും കഴിഞ്ഞിട്ട് വീക്ഷിക്കായിരുന്നു കേട്ടോ. ആരാണ് ഈ പഠിക്കലൊക്കെ ഇങ്ങനെ ജോലികളൊക്കെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ അതിന് ആ മെഷീൻ്റെ സൗണ്ടൊക്കെ ഭയങ്കര സൗണ്ടായിരുന്നു കേട്ടോ. ഈ മെറ്റലും സിമെൻറ്റൊക്കെ കൂടി മിക്സ് ചെയ്യുന്ന ആ ഒരു സൗണ്ട്, പിന്നെ അർബാനയിൽ അവർ ഇവിടെ കൊണ്ടുവന്ന് ഇടുന്ന സൗണ്ട്, അത് നിരത്തുന്നത്, അങ്ങനെ ഇന്നലെ ഫുള്ള് നമുക്ക് എന്താ പറയുക റോഡിലേക്ക് നോക്കുമ്പോൾ ആ ഒരു എരപ്പ്
ഉപ്പ് പിടിച്ച സൗണ്ടാണ് കേട്ടോ അങ്ങനെ കേട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ വൈകിട്ട് 5 മണിയൊക്കെ വരെ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗം നമുക്ക് കണ്ണെത്തുന്ന ആ ഒരു സ്ഥലം വരെയും അവിടെയൊക്കെ കോൺക്രീറ്റ് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ മുഴുവൻ മൗഗ്ലിക്ക് ഇതായിരുന്നു കാഴ്ച. പിന്നെയുണ്ടല്ലോ നമുക്ക് ഇത്തിരി ക്യാരറ്റ് പൊടി പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതൊരു ഉപ്പേരിക്കറി വെക്കണം. അപ്പോൾ നല്ല ഭംഗിയായിട്ട് അരിഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഉള്ളിയൊക്കെ മൂത്ത് വരുമ്പോൾ ഇതങ്ങോട്ട് ചെരിഞ്ഞ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മുളക് പൊടിയും ഉപ്പും കൂടി നമ്മൾ ഇട്ടിട്ട് ആണ് ചെയ്യുന്നത് കേട്ടോ. ഇതിൽ ഗരം മസാലയും ഒക്കെ നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും ഒരു സമൂസയുടെ ഉള്ളിലൊക്കെ വെക്കുന്ന ഒരു ഉപ്പേരി പോലെ തോന്നും കേട്ടോ. ഇതാണെങ്കിൽ മാങ്ങാക്കറിയാണ്, മീനില്ലാത്ത മാങ്ങാക്കറിയും കൂടിയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അങ്ങനെ കറികളൊക്കെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ വെയിലുദിക്കുന്നതിന് മുൻപ് തന്നെ അടുത്ത പണിയിലേക്ക് പോവാണ് കേട്ടോ. നമ്മുടെ വിറകൊതുക്കലാണ് പണി. ഞാൻ എവിടെയുണ്ടോ അവിടെ മൗഗ്ലി ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ മൗഗ്ലി എങ്ങാനും ഞാൻ പോകുന്നത് കാണാൻ വൈകിയുണ്ടെങ്കിൽ ഓടി എന്നെ വെട്ടിച്ചിട്ടേ അവനൊരു മനസ്സമാധാനം ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് വിറകൊതുക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു ലക്ഷ്യമുണ്ട്. ഈ മാവിൻ്റെ ചുവട്ടിലാണെങ്കിൽ നമ്മൾ ഇഷ്ടംപോലെ മഞ്ഞൾ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഞ്ഞൾ പറിച്ചെടുക്കേണ്ട സമയമൊക്കെ അതിക്രമിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു ഭാഗത്താണെങ്കിൽ ഞാൻ വഴുതനങ്ങയുടെ കമ്പുകളൊക്കെ വെട്ടി കഴിഞ്ഞിട്ട് ഇങ്ങനെ ചന്നം പിന്നം വലിച്ചെറിഞ്ഞ് ഇട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ വെട്ടി ഒതുക്കി കഴിഞ്ഞ് മാറ്റിയെടുക്കാൻ വേണം. പിന്നെ അവിടെ കിടക്കുന്ന ഈ മാവിലയുടെ ആ ചവറുകളൊക്കെ നമ്മൾ അടിച്ച് മാറ്റി വൃത്തിയാക്കിയിട്ടെങ്കിലാണ് നമുക്ക് മഞ്ഞൾ കൊത്തി പറിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് തന്നെ മഞ്ഞൾ കൊത്തി പറിച്ചെടുക്കുന്നില്ല. ഇന്ന് നമുക്ക് ഇവിടെ കുറച്ചേശയായിട്ട് നമുക്ക് ഒതുക്കി അങ്ങോട്ട് വൃത്തിയാക്കാം. അപ്പം നിറയെ മാങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ മാങ്ങ ഒരുവിധം വലിപ്പമാകുമ്പോൾ തന്നെ അത് പൊള്ളിയ പാടോട് കൂടിയിട്ട് ഇങ്ങനെ വീഴാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഡും ഡും എന്നുള്ളൊരു ഒച്ച കേൾക്കാം. അപ്പോൾ ആ പൊള്ളിയ മാങ്ങകളൊക്കെ ഇങ്ങനെ വീഴാണ്. അപ്പോൾ എൻ്റെ തലയിൽ വീഴാതിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാനൊരു സ്റ്റൂളൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു മുട്ടിക്കഷ്ണമൊക്കെ വെച്ചും കഴിഞ്ഞിട്ട് ഈ വഴുതനങ്ങയുടെ ഇങ്ങനെ നിൽക്കുന്ന കമ്പുകളൊക്കെ എടുത്തും കഴിഞ്ഞിട്ട് വെട്ടുകത്തി വെച്ചും കഴിഞ്ഞിട്ട് നമ്മൾ വെട്ടി ഒതുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ പീസുകളായിട്ട് വെട്ടി ഒതുക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അങ്ങനെ അടുപ്പിലേക്ക് അങ്ങോട്ട് വെച്ച് കൊടുക്കാമല്ലോ. അപ്പോൾ ഈ മാവിലാണെങ്കിൽ നിറയെ പുളിയുറുമ്പ് ഉണ്ട് കേട്ടോ. ആദ്യമൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൗഗ്ലി ഓടി വന്ന് മാവുമ്മ കയറി കഴിഞ്ഞിട്ട് കൊമ്പിലിരിക്കുകയാണ് പതിവ്. അപ്പോൾ ഇന്നാളൊരു ദിവസം അവന് ഓടി കയറി കഴിഞ്ഞിട്ട് വാലുമ്മ 3 പുളിയുറുമ്പായിട്ടാണ് ഓടി വന്നത് കേട്ടോ കരഞ്ഞുകൊണ്ട്. അങ്ങനെ ഞങ്ങളാണ് അതിനെ എടുത്തും കഴിഞ്ഞിട്ട് കളഞ്ഞത്. അതുകൊണ്ട് മാവിൽ കയറാൻ വേണ്ടിയിട്ടൊന്ന് പോയതാണെങ്കിലും വേഗം തന്നെ അതേ സ്പീഡിൽ തന്നെ അവൻ താഴെ ഇറങ്ങുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വെട്ടി ഒതുക്കുമ്പോൾ അവിടെ നിന്ന് ഒക്കെ പുളിയുറുമ്പ് ഇങ്ങനെ ഓടി നടക്കണ കാണുന്നുണ്ട്. ഇടയ്ക്ക് എൻ്റെ കയ്യുമ്മ കൂടെ കയറി വരുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് വേണം നമുക്ക് പെട്ടെന്ന് തന്നെ ഈ വിറകൊക്കെ അങ്ങോട്ട് ഒതുക്കിയെടുക്കാൻ. എന്തൊരു ചൂടാണല്ലേ. അപ്പോൾ ഒരു 8 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്തൊക്കെ നല്ല വെയിലുദിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അടുക്കളയിലെ പണികളൊക്കെ കഴിച്ചും കഴിഞ്ഞിട്ട് ഇവിടെ വന്നത്. അപ്പോൾ ഒരു പുളിയുറുമ്പ് എൻ്റെ തലയിലൂടെ കയറി കഴിഞ്ഞിട്ട് കഴുത്തിലേക്ക് ഇറങ്ങാനുള്ള പരിപാടിയായിരുന്നു കേട്ടോ. അപ്പോൾ അതിനെയൊക്കെ പറിച്ച് എറിഞ്ഞിട്ടുണ്ട് ഞാൻ. ഇനി വേഗം ഇവിടെ കുറേ സമയം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. പുളിയുറുമ്പ് എന്നെ പിടിച്ച് തിന്നു കളയും. അപ്പോൾ വേഗം നമുക്കിതൊക്കെ ഒതുക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാനാണ് ഈ വിറകൊക്കെ ഒതുക്കി ഇവിടേക്ക് അടിച്ച് വൃത്തിയാക്കാനായിട്ട് ഇരിക്കുന്നത്. ഇതൊക്കെ രമേശ് ഏട്ടൻ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പണി ഇപ്പോൾ ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഞ്ഞൾ പറക്കൽ എന്തായാലും രമേശ് ഏട്ടൻ്റെ പണിയായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ പറയുന്നുണ്ട് ഇപ്പോൾ നോക്കി നിന്നോ, ഇനി അടുത്ത പണി രമേശ് ഏട്ടനുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഭാഗത്തൊക്കെ ഒന്ന് വൃത്തിയാക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം നമ്മൾ ഇതിനേക്കാളും മുൻപേ തന്നെ മഞ്ഞളൊക്കെ പറിച്ചെടുത്തും കഴിഞ്ഞ് പുഴുങ്ങി ഉണക്കി നമ്മൾ പൊടിയാക്കി പാക്ക് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ലേറ്റ് ആയേക്കാണ്. അപ്പോൾ മിക്ക സ്ഥലങ്ങളിലും ഇപ്പോൾ കുറച്ചേശം മഴയൊക്കെ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. നമുക്കാണെങ്കിൽ ഇവിടെ ഒരു തുള്ളി മഴ പോലും പെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ മഴയ്ക്ക് മുൻപേ തന്നെ നമുക്ക് ആ മഞ്ഞളൊക്കെ പറിച്ചെടുത്ത് ഉണക്കിയൊക്കെ വെക്കേണ്ടതാണ്. അപ്പോൾ ഇത്രത്തോളം വിറകാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് നമുക്ക് അപ്പുറത്ത് മുറ്റത്ത് തീ കൂട്ടിയിരിക്കുന്ന അടുപ്പുണ്ടല്ലോ, ആ അടുപ്പിൻ്റെ അടുത്ത് നമ്മൾ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഓടി വന്നു കഴിഞ്ഞിട്ട് അങ്ങോട്ട് കത്തിക്കാൻ പറ്റും. പിന്നെ എങ്ങാനും മഴയൊക്കെ വരികയാണെങ്കിൽ അതിന് മുൻപേ തന്നെ നമുക്ക് ഇങ്ങനെ ഈ വിറകൊക്കെ അങ്ങോട്ട് കത്തിച്ച് എടുക്കാമല്ലോ, കഴിക്കാമല്ലോ. അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ വിറകൊക്കെ അപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ ചവറുകളൊക്കെ അടിച്ച് നീക്കാം. അപ്പോൾ ഈ ചവറുകൾ ഫുള്ളും അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് അടിച്ച് നീക്കാനായിട്ട് പറ്റുന്നില്ല. കാരണം ഈ മഞ്ഞളുടെ കടഭാഗങ്ങളും അതിൻ്റെ വാടിയ ഇലകളൊക്കെ ഇങ്ങനെ ചുറ്റിക്കിടക്കുന്ന കാരണം അതിൽ തടഞ്ഞ് ഇങ്ങനെ കുറേ ചവറുകൾ തങ്ങി നിൽക്കുന്നുണ്ട്. എന്നാലും നമുക്ക് പറ്റുന്നതൊക്കെ അടിച്ച് കൂട്ടാം. അതുപോലെ പുളിയുറുമ്പൊക്കെ പോയി കഴിയുമ്പോൾ ഒരു ചാക്കിലാക്കി കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് കൊണ്ടുപോവുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ എന്തായാലും അധികം തൊടാനായിട്ട് പറ്റുന്നില്ല. നിറയെ പുളിയുറുമ്പുള്ള ഒരു സമയമാണ് കേട്ടോ. അപ്പോൾ വെയിലിതേ കുറച്ചേശ്ശെ വന്നു തുടങ്ങി. വേഗം ഇത് അടിച്ച് നീക്കിയിട്ട് വേണം ഇവിടെ നിന്ന് നമുക്ക് സ്ഥലം വിടാനായിട്ട്.
പണ്ടുള്ള ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിറകടുപ്പിൽ മാത്രമാണ് കത്തിക്കുക അല്ലേ. അപ്പോൾ അവർ ഈ മഴക്കാലത്തിന് മുൻപായിട്ട് എന്തുമാത്രം ജോലികളാണ് ചെയ്യുക. ഈ വിറകൊതുക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരു ജോലി തന്നെയായിരുന്നു. അപ്പോൾ അതിൽ ഈ ഓലക്കൂടിയൊക്കെ വെട്ടി ഒതുക്കി കഴിഞ്ഞ് കെട്ടുകളാക്കി കഴിഞ്ഞിട്ട് അതൊക്കെ എടുത്ത് വയ്ക്കും. അതുപോലെ തന്നെ പട്ടകളൊക്കെ കീറി ഉണക്കി കഴിഞ്ഞ് അതൊക്കെ എടുത്ത് വയ്ക്കുക. അതുപോലെ തേങ്ങ പൊതിച്ചിട്ടുള്ള ആ ചകിരികളൊക്കെ ഉണക്കി ചകിരി മടലാക്കി കഴിഞ്ഞിട്ട് അതൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് വിറക് ഒക്കെ നല്ല രീതിക്ക് തന്നെ അവർ സൂക്ഷിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ പായ്മലാണെങ്കിലും ഈ വിറക് വെക്കാൻ വേണ്ടിയിട്ടൊരു വിറക് പുരയൊക്കെ ഉണ്ട്. അപ്പോൾ അതിലിങ്ങനെ സ്ലാബൊക്കെ വാർത്തിട്ടിട്ട് ഒരു സ്ലാബുമ്പോൾ നിറയെ ചകിരി, ഒരു സ്ലാബുമ്പോൾ നിറയെ പട്ട, അങ്ങനെയൊക്കെയാണ് കേട്ടോ ഒതുക്കി വെക്കാറ്. അപ്പോൾ അമ്മയ്ക്ക് അതൊക്കെ വലിയൊരു ജോലിയായിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിറകുകളൊക്കെ ഇരിക്കുന്നുണ്ട് മാത്രമേ ഉള്ളൂ. അത് കാണാനായിട്ട് വെച്ചിരിക്കുന്ന പോലെ വല്ല കാലത്തൊക്കെയാണ് നമ്മൾ ഈ വിറകടുപ്പിൽ കത്തിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ വടമയിൽ ഞാൻ വിറക് പുരയൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് നമുക്കിപ്പോൾ തോന്നുന്നത്. പണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്യാസും മറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഉപയോഗിക്കൽ ചുരുക്കമായിരിക്കും. കൂടുതലും ഒരു വിറകടുപ്പിൽ തന്നെയാണ് വെക്കുക. ഇപ്പോൾ നമുക്ക് എപ്പോഴാണോ നമ്മൾ റിലാക്സ് ചെയ്ത് നമുക്ക് ജോലിക്കൊന്നും പോകാണ്ടാത്ത സമയം, നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈം, അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ വിറകടുപ്പിൽ കത്തിക്കുകയുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഒത്തിരി പേരൊക്കെ വരുമ്പോൾ മാത്രമാണ് നമ്മൾ വിറകടുപ്പിൽ കത്തിക്കുകയുള്ളൂ. ഇങ്ങനെ ചവറടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡുംന്നൊരു ഒച്ച കേട്ടു നോക്കിയപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ അവിടെ ഒരു ചക്ക വീണിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പഴുത്ത ചക്കയായിട്ടാണ് അങ്ങനെ വീണത്. ഞാൻ പറഞ്ഞില്ല ഇവിടെയൊക്കെ മഞ്ഞൾ നട്ടിട്ടുണ്ടെന്ന്. ആ മഞ്ഞളാണ് കേട്ടോ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നത്. ചവറൊക്കെ അടിച്ച് നീക്കിയപ്പോഴാണ് ഓരോന്നായിട്ട് കാണുന്നത്. അപ്പോൾ ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ മഞ്ഞൾ പൊന്തി കിടക്കാണ് കേട്ടോ. അടിച്ച് വാരുമ്പോൾ തന്നെ നമ്മുടെ കയ്യിലേക്ക് വിട്ടു പോകുന്നതേ കിടക്കുന്നു. അപ്പം ഇനി അടുത്ത ദിവസം തന്നെ എന്തായാലും മഞ്ഞളൊക്കെ പറിച്ചെടുക്കണം. ആ വീണ ചക്കയ്ക്ക് നല്ല ചക്ക മണം ഉണ്ട് കേട്ടോ. കാരണം അത് നിലത്ത് വീണ് കിടക്കുമ്പോൾ തന്നെ ഇവിടേക്ക് നല്ല സ്മെല്ല് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ആ ചക്ക, ചെറിയ ചക്കയാണ് കേട്ടോ. അപ്പോൾ അത് ആ പഴുത്തത് എടുക്കാൻ പോയപ്പോഴേക്കും റോക്കറ്റ് പോണ പോലെ നമ്മുടെ മൗഗ്ലിക്കൂട്ടൻ ഓടിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ ആ പഴുത്ത ചക്കയുമ്പോൾ തട്ടുമ്പോൾ തന്നെ ഒരു പ്രത്യേക സൗണ്ടാണ് കേട്ടോ. അത് നോക്കിയിട്ടാണ് പണ്ടുള്ളവർ ചക്ക പഴുത്തു എന്ന് പറയാറ്. അപ്പോൾ നല്ല സ്മെല്ലുണ്ട്. നമുക്ക് കുളിയൊക്കെ കഴിഞ്ഞ് നല്ല വൃത്തിയായതിന് ശേഷം വേണം നമുക്ക് ഈ ചക്കച്ചോളയൊക്കെ പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ വിറകൊക്കെ കൊണ്ടുവന്ന് ഞാൻ ഒതുക്കി ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത്. ഇനി നമുക്ക് നാളെ കാണാം.